കൃഷ്ണനാമം ജപിച്ച് ഓരോ ദിനവും ഭക്തിസാന്ദ്രമാക്കുന്ന അമ്മമാരുടെ ഒരു കുടുംബമുണ്ട് ഗുരുവായൂരിൽ. മക്കൾ വീടുകളിൽ നിന്നും ഇറക്കി വിട്ടവരും സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നവരുമൊക്കെ ഇന്ന് കണ്ണനരികിൽ സുരക്ഷിതരാണ്. സന്ദീപിനി മാതൃസദനത്തിലെ ഓരോ അമ്മമാർക്കും പറയാനുണ്ട് ഒരുപാട് കഥകൾ. ജീവിതാനുഭവങ്ങൾ ഏറെയുണ്ട് ഈ അമ്മമാർക്ക്. കുടുംബങ്ങൾ അകറ്റി നിർത്തിയപ്പോഴും സ്വയം അകന്നു നിന്നപ്പോഴും അവർക്ക് അഭയമായത് ഗുരുഭവനപുരിയിലെ മാതൃസദനമാണ്. കാലങ്ങളോളം കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി വളർത്തിയ അമ്മമാരുണ്ടിവിടെ. മകൾ ഇറങ്ങിപ്പോകുവാൻ പറഞ്ഞപ്പോൾ വീട് വിട്ടിറങ്ങേണ്ടി വന്ന ഒരമ്മ ഓടിയെത്തിയത് കണ്ണന് മുന്നിലേക്കാണ്. സമയത്ത് ഓടി കിതച്ചു വന്ന് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അവൾക്ക് ഒരു 6 മണിയായിട്ടുണ്ട്, നിങ്ങളെ ഞാൻ വെട്ടിക്കൊന്നിട്ട് ജയിലിലിരിക്കുന്നതാണ്. അപ്പം ഞാൻ പേടിച്ച് ഭയന്നിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ പോയി അവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ ഇരിക്ക്, പരാതി എഴുതി തരാം, പിറ്റേ ദിവസം വിളിക്കാമെന്ന് പറഞ്ഞു. RDOനെ പോയി കണ്ടു, കലക്ടറെ പോയി കണ്ടു. അപ്പോൾ പറഞ്ഞു, അമ്മേ ഇപ്പം തൽക്കാലം ഞാനൊരു സ്ഥലത്താക്കാമെന്ന് RDO പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ടാക്കിയത്. കണ്ണീരോടെയും സന്തോഷത്തോടെയും ഇങ്ങോട്ടേക്ക് എത്തിയവരുണ്ട്. സുഖമില്ലാത്ത കാരണമുണ്ട് ഞാൻ ഇവിടെ വന്നു. വീട്ടിലാരുമില്ല. ഞങ്ങളിപ്പോൾ പഴയ കെട്ടിടത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അവിടെ പണി നടക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും. അവിടെ ഇല്ല, കുഴപ്പമില്ല. വേറെ വിഷമമൊന്നുമില്ല. വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സ്ഥാപനം അറിയണമെന്ന് ഞാൻ സ്ഥാപനത്തിലേക്ക് പോകുന്നത്. വേറെ വിഷമമൊന്നുമില്ല. ഇവിടെ കൊണ്ട് സുഖം, വേറെ കുഴപ്പമൊന്നുമില്ല. സന്തോഷമായിട്ട് അമ്മമാർ സമാധാനമായിട്ട് ജീവിക്കും. വർഷങ്ങൾ ഏറെയായി ആരോരുമില്ലാത്ത അമ്മമാർക്കായി ഈ സാന്ദീപനി മാതൃസദനം ആരംഭിച്ചിട്ട് മുൻപ് ഈ സദനം നോക്കി നടത്തിയിരുന്നത് കോമളാമ്മയാണ്. ഒരു ദിവസം ഞങ്ങൾ കുറേ അമ്മമാരെ കൊണ്ടുവന്ന് നോക്കണം എന്നുള്ള, ആരുമില്ലാത്ത അമ്മമാരെ, റോഡിലിരിക്കുന്ന അമ്മമാരെ കൊണ്ടുവന്ന് സംരക്ഷിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് സേവാഭാരതി. അതേപോലെ കുറച്ച് കൊല്ലമായി ഇപ്പോൾ തുടങ്ങിയിട്ട്, 10 കൊല്ലത്തിൽ കൂടുതലായി, 13 കൊല്ലമായിട്ട്. ഇപ്പം ഞങ്ങൾ ഒരുപാട് പേരെ അമ്മമാരെ കൊണ്ടുവന്ന് നോക്കുന്നുണ്ട് സ്ഥാപനത്തിൽ. അവരൊക്കെ സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ 19 പേര് ഈ സ്ഥാപനത്തിൽ പണ്ട് അമ്മമാർ. പിന്നെ മക്കളില്ലെങ്കിലും അവരിഷ്ടം പോലെ ആളുകളും മറ്റുള്ളവർ കാണാൻ വരുന്നുണ്ട്. ഭക്ഷണവും ആരോഗ്യ പരിപാലനവും മുറതെറ്റാതെയുള്ള നാമജപവുമൊക്കെയായി ഈ സദനം ഭക്തിസാന്ദ്രമാണ്. അനുഭവ സമ്പത്തുകൾ പങ്കുവച്ച് സന്തുഷ്ടമായ കുടുംബമായാണ് ഓരോരുത്തരും ഇവിടെ കഴിയുന്നത്. ഇവരിൽ ചിലർക്കൊക്കെ മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ആരോരുമില്ലാത്തവരും ഇവിടെയുണ്ട്. പല ദേശങ്ങളിൽ നിന്നും വന്ന് ഒരിടത്തു കൂടിയ ഈ അമ്മമാർ ഓരോരുത്തരും ഇന്ന് യശോദമാരാണ്. ജനം, തൃശൂർ.